ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം അങ്ങ് വിനിയോഗിച്ചു. ഒരു പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അങ്ങ് അയച്ചു. ഒന്ന് കേരള DGPക്ക്. ഈ രണ്ട് പരാതികളിലും ഞാൻ വ്യക്തമായിട്ട് ആ ബൈറ്റുകളുടെ ലിങ്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. തുടരെ പ്രശ്നങ്ങൾ വരുന്ന ഈ തന്നോർക്കാണല്ലോ പ്രശ്നം, നമുക്കല്ല പ്രശ്നം. അവരുടെ മനസ്സുപോലെ ഇരിക്കും, നമ്മുടെ മനസ്സിലായ കുറച്ചു മുന്നേ ഞാൻ രേണുസുതിയെ പറ്റിയിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം എവിടെയോ ഇനാഗുറേഷന് ചെല്ലുന്ന സമയത്ത് വന്ദേ ഭാരതം എന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഒരു പുള്ളിക്കാരൻ വാക്ക് വിത്ത് വിഷ്ണു എന്നും കണ്ടാന്ന് തോന്നുന്നു യൂട്യൂബ് ചാനലിന്റെ നെയിം. ആ പുള്ളി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുവാണ് രേണുസുതിക്കെതിരെ. എന്തായാലും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്കത് തോന്നി. കാര്യം ഇങ്ങനെയുള്ള തോന്നിവാസങ്ങളൊന്നും വന്നിരുന്ന് പബ്ലിക്കിന്റെ മുന്നിൽ വിളിച്ചു പറയരുത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ രാജ്യത്തെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ. അതായത് ഏത് കൊച്ചു കുട്ടികൾക്ക് വരെ പറയാൻ അറിയാവുന്ന ഒരു കാര്യമാണ് വന്ദേ മാതരം എന്ന്. അതുപോലും ഇവർക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴാണ് അതിലും വലിയ കോമഡി. എന്തായാലും നമുക്ക് കേസ് കൊടുത്ത വീഡിയോ ഒന്ന് കാണാം. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം അങ്ങ് വിനിയോഗിച്ചു. ഒരു പരാതി നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അങ്ങ് അയച്ചു. ഒന്ന് കേരള DGPക്ക്. ഈ രണ്ട് പരാതികളിലും ഞാൻ വ്യക്തമായിട്ട് ആ ബൈറ്റുകളുടെ ലിങ്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വ്യക്തമായിട്ട് ആ പരാതിയിൽ പറയുന്നുണ്ട്, രേണുസുധീനെ ഒരു മാധ്യമ പ്രവർത്തകൻ തിരുത്തുന്നുണ്ട്. അത് വന്ദേ മാതരമാണെന്ന് പറഞ്ഞിട്ട് പോലും അവര് ആ തെറ്റി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും അതുകൂടാതെ വന്ദേ മാതരത്തെ വീണ്ടും വികലമാക്കി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് സത്യമാണ്. കാര്യം ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കുന്ന സമയത്ത് പോലും അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പിന്നെയും അവർ പിടിച്ച മുയലിനാണ് 10 കൊമ്പെന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഈ രേണുവിന്റെ സംസാരവും രീതികളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇനാഗുറേഷന്റെ വീഡിയോ ഞാൻ ചെയ്യേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ ഈ ഒരു കേസിന്റെ ഈ ഒരു വിഷയം വന്ന സ്ഥിതിക്ക് നമ്മൾ ചെയ്യാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ചെയ്യുന്നതാണ്. കുറെ ആൾക്കാർക്ക് ഈ ഒരു വിഷയം ഭയങ്കരമായിട്ട് മടുത്തു എന്ന് എനിക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ്, രേണുസുധി നമ്മളെ ആരും വെറുതെ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ കൃത്യമായി മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ്, അതായത് അവരെന്താണോ വികലമാക്കി പറഞ്ഞത് അത് തന്നെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പരാതി ചെയ്തിരിക്കുന്നത്. അതെന്തായാലും ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറയത്തില്ല. കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ എൻ്റെ രാജ്യത്തിന്റെ ഓരോ സിമ്പിൾസിനെ അത്രത്തോളം ബഹുമാനിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഞാൻ പരാതിയുമായിട്ട് രംഗത്ത് പോയിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഞാൻ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഇതിപ്പോ എനിക്ക് സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കേണ്ട ഗതികേടുമില്ല. ഞാൻ നല്ല അന്തസ്സായിട്ട് ജോലി എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. കാരണം രേണുവിനെ കുറിച്ച് എന്ത് ചെയ്താലും രേണുവിനെ കുറ്റം പറഞ്ഞ് കഞ്ഞി കുടിക്കുന്നു എന്ന് പറയുന്ന ദരിദ്രവാസികളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അത് സത്യമാണ്. ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വിവരം കെട്ട കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും പറയുന്നതാണ് രേണുവിനെ വെച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന്. രേണു കാട്ടി കൂട്ടുന്ന തോന്നിവാസത്തെ പറ്റി അവർക്കൊന്നും പറയാനില്ല. അതാണ് അതിലും വലിയ അതിശയം. എന്തായാലും ഈ ബ്രോ കൊടുത്ത പരാതി ഞാനിവിടെ വായിക്കാം. സാർ, എൻ്റെ പേര് വിഷ്ണുനാഥ്. കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ റിപ്പബ്ലിക് ദിനമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ താരം രേണുസുധി ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിന്റെ ലിങ്ക് ഇവിടെ ചേർക്കുന്നു. ഇതിൽ ഇവർ ആദ്യം നമ്മുടെ ദേശീയ മുദ്രാവാക്യമായ വന്ദേ മാതരം വന്ദേ ഭാരതം എന്ന് തെറ്റായി പറയുന്നത് കാണാം. അത് കേട്ട് ഒരു മാധ്യമ പ്രവർത്തകൻ തിരുത്തുന്നുമുണ്ട്. എന്നാൽ രേണു തുടർന്ന് നടത്തിയ പരാമർശത്തിൽ സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി വന്ദേ മാതരം എന്ന മുദ്രാവാക്യത്തെ വന്ദേ ഭാരതം എന്ന് വികലമാക്കുന്നത് കാണാം. ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് അപേക്ഷിക്കുന്നു. പരാതി നിങ്ങളെല്ലാവരും കേട്ടല്ലോ. അങ്ങനെ രേണുവിന്റെ അഹങ്കാരം ഒന്ന് തീർന്നു കിട്ടി എന്ന് വേണം പറയാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരാതിക്ക് ആക്ഷൻ എടുക്കണം. അല്ലാതെ ഇത് എല്ലാ പരാതികളെയും പോലെ ഈ ഒരു പരാതി ദൈവത്തെ ഓർത്ത് മുക്കരുത്. ഇതിനൊക്കെ സത്യം പറഞ്ഞ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരത്തിലൊക്കെയുള്ള വിഡ്ഢിത്തരങ്ങൾ പല ആൾക്കാരും പറയുന്നത് അങ്ങ് നിർത്തും. കാര്യം ഒരാൾക്ക് എഗെയിൻസ്റ്റ് ഒരു ആക്ഷൻ എടുത്താൽ മതി. പിന്നെ വേറെ ആരും ഇങ്ങനെയുള്ള വിഡ്ഢിത്തരങ്ങൾ റീച്ചിന് വേണ്ടി വന്ന് പറയത്തില്ല. എന്തായാലും രേണുവിന്റെ ഇനാഗുറേഷനകത്തോട്ട് പോവാം. അതിൽ രേണു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ഒരു കല്യാണം രണ്ടാമത് കഴിക്കുകയാണെങ്കിൽ രണ്ടാമതല്ല മൂന്നാമതാണെന്നാ പറയുന്നത്. മൂന്നാമതാണെങ്കിലും ഈ രേണു സുധി എന്നുള്ള പേര് ചേച്ചി മാറ്റുമോ അങ്ങനെ വിവാഹം കഴിച്ചാൽ? പിന്നെ സുധിയുടെ പേര് മാറ്റാതെ പിന്നെ എന്താ ചെയ്യുന്നത്? ഈ ചോദിക്കുന്നവന് യാതൊരു ബോധമില്ലെന്നാണ് ഞാനിവിടെ ആലോചിക്കുന്നത്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ പുതിയതായിട്ട് ഏത് ഭർത്താവാണ് വരുന്നത് ആ ഭർത്താവിന്റെ പേരാണ് ഇടുന്നത്. അല്ലാതെ പിന്നെ സുധി എന്നും പറഞ്ഞിട്ട് അതും വെച്ച് മാർക്കറ്റ് ചെയ്യാനും ആ പാവപ്പെട്ടവന്റെ പേരും പറഞ്ഞ് പിന്നെ കാശുണ്ടാക്കാനും നിൽക്കരുത്. അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ വളരെ വിഡിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രേണു സുധി എന്നുള്ള പേര്
ഇന്നും അദ്ദേഹത്തിന്റെ ഭാര്യയാകുമ്പോ രേണുസുതി തന്നെ. ഇനിയിപ്പൊ നാളെ വേറൊരാളുടെ ഭാര്യ ആയാൽ ആകോ ഇല്ലെന്നില്ല ആയാൽ ആ പേരിന്റെ കൂട്ടത്തിൽ സുധി എന്നുള്ള പേര് ഞാൻ മാറ്റി. ചേച്ചി ഒരു കല്യാണം ഓഹ്, അതിനെങ്കിലും വളരെ വ്യക്തമായിട്ട് അവർ ആൻസർ കൊടുത്ത്. ആദ്യം പറഞ്ഞ ഞാൻ ട്രാപ്ഡ് എന്ന്. കാര്യം എന്താ, മറുപടി കിട്ടുന്നില്ല. എന്നിട്ട് വീണ്ടും ഇരുന്ന് ആലോചിച്ച് അപ്പോഴത്തേക്ക് മനസ്സിലായി ശരിയാ, പിന്നെ പേര് മാറ്റിയില്ലെങ്കിൽ അത് പ്രശ്നമായി മാറുമെന്ന് ആലോചിച്ചിട്ടാണ് പുള്ളിക്കാരത്തി വന്ന് പറയുന്നത്. കൊള്ളാം എന്തായാലും. ഇല്ല, ചേഞ്ച് ചെയ്യത്തില്ല. അത് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ആദ്യം മേടിച്ചല്ലോ. അപ്പൊ ഇനി അടുത്ത പ്ലാൻ എന്താണ് ചേച്ചി? ഞാനൊന്നും സത്യം പറഞ്ഞ ഡിസൈഡ് ചെയ്തിട്ടില്ല. പറഞ്ഞപ്പോ ഒരു ആഗ്രഹം എന്തെങ്കിലും പ്ലാൻ ചെയ്യണം. ചേച്ചി സ്വന്തമായിട്ടൊരു വീട് വെക്കുവോ? സ്വന്തമായിട്ട് വെക്കണം, സ്ഥലം മേടിക്കണം കുറച്ച്. എവിടെ, കോട്ടയത്ത് തന്നെ ആയിരിക്കും അതോ ചങ്ങനാശ്ശേരി ഭാഗത്തന്നെ മേടിക്കണം, സ്ഥലം മേടിക്കണം. അപ്പൊ രേണുവിനെ സഹായിച്ച് ആൾക്കാരെല്ലാരും കേട്ടല്ലോ, അവരെല്ലാരും മണ്ടന്മാരായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ അവർ താമസിക്കുന്ന സുതിലയം എന്ന് പറയുന്ന ആ ഒരു വീടിന് ഇവരും കൂടി അവകാശിയാണ്. ഇവർക്ക് ഇപ്പോഴും അതിനെപ്പറ്റി യാതൊരു ബോധവുമില്ല. ഇവർ പറയുന്നുണ്ടല്ലോ പുതിയ വസ്തു മേടിക്കണം, പുതിയ വീട് വെക്കണം എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. അതായത് ഇവർക്ക് അതിനകത്ത് കിടക്കുന്ന എന്തോ കുറച്ചിലെന്നുള്ള രീതിയിലാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. കുറേ നാളുകൾക്ക് മുന്നേ കൈകൂപ്പി വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന്. ഇപ്പം കേട്ടല്ലേ, പുതിയ വസ്തു മേടിക്കണം, പുതിയ വീട് വെക്കണം, അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള മോഹങ്ങളായി. ഇതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ടും ചിന്തിക്കുക, നിങ്ങൾ വന്ന വഴി എന്താണ് എന്ന്. ഇപ്പൊ തോന്നുന്നുണ്ടോ? തുടരെ പ്രശ്നങ്ങൾ വരുന്ന ഈ തന്നോർക്കാണല്ലോ പ്രശ്നം, നമുക്കല്ല പ്രശ്നം. അത് ശരി, ഇപ്പൊ തന്നവർക്കാണ് പ്രശ്നമൊന്നും. ഇവരല്ലേ അനാവശ്യമായിട്ടൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയത്. ഇനി ഇവർക്ക് നാണവും മാനവും ഇല്ലേ ഇങ്ങനെ വന്നിട്ട് തന്നവർക്കാണ് പ്രശ്നം എന്ന് പറയാനായിട്ട്? ഇവർക്ക് യാതൊരു ബോധവും ഇല്ലാത്ത ഒരു സ്ത്രീയാണെന്ന് നമ്മളാരും വെറുതെ അല്ല പറയുന്നത്. ഈ ഒരു വീഡിയോ ഒക്കെ രേണുവിനെ ആരാധിക്കുന്ന ആൾക്കാർ എടുത്തു വെച്ച് കാണണം കേട്ടോ. ഇവരെന്താണ് വന്ന് സംസാരിക്കുന്നതെന്ന്. ഇവിടെ ഓണ്ട് പോലും ഇങ്ങനെ നിറം മാറത്തില്ല. രേണു ഇപ്പം കംപ്ലീറ്റ് തെറ്റുകളും ഈ ദാനം തന്ന ആൾക്കാരുടെ മണ്ടയിലോട്ടാണ് കൊണ്ടുവന്നിടുന്നത്. എന്നാൽ ചെയ്ത തെറ്റ് എന്താണെന്ന് റിയലൈസ് ചെയ്യാനുള്ള ബോധം പോലും ഇവർക്കില്ല. നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഇതൊന്നും ഇവരുടെ തലയ്ക്ക് കയറത്തില്ല. അവരുടെ മനസ്സ് പോലെ ഇരിക്കും. നമ്മുടെ എന്താ പറയാ, വാങ്ങണ്ടായിരുന്നു എന്ന് പറയുന്ന ആ സമയത്ത് സന്തോഷത്തോട് നമ്മളൊരു സാധനം നമ്മൾക്ക് സന്തോഷത്തോടു കൂടി ഒരാൾ തരുമ്പോഴത്തേന് അന്ന് നമ്മൾ സന്തോഷത്തോടുകൂടി വാങ്ങിച്ചു. പിന്നീട് അതിനെപ്പറ്റി കുറ്റം പറയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ എന്നാ നിങ്ങൾക്ക് അറിയാം. എന്റെ പൊന്നോ, ആരാ ഈ പറയുന്നേ? സന്തോഷത്തോടെ നമുക്കൊരു സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ കുറ്റം പറയരുതെന്ന് ആരാ ഈ കുറ്റം പറഞ്ഞേ? ഇവരാണ് പറയുന്നത്. ഇവർക്ക് ആരെന്ത് സഹായം ചെയ്തിട്ടുണ്ടോ അവരെ എല്ലാരെയും ഇവർ വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാലോ, നിങ്ങൾക്ക് നാണം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാട്ടിക്കൂട്ടി? നിങ്ങൾ കുറച്ച് നാളുകൾക്ക് മുന്നേ ഉണ്ടാക്കിയ കോൺട്രവേഴ്സി എന്താണ്? നിങ്ങളത് എടുത്തു വെച്ച് നോക്ക്. നിങ്ങൾക്കിത് പറയാനുള്ള യോഗ്യത എന്താണ്? എടാ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ശരിയാണ്, നമ്മളെല്ലാവരും കണ്ടിന്യൂസ്ലി രേണുവിന്റെ വിഷയങ്ങൾ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ടാണ് എല്ലാ യൂട്യൂബേഴ്സും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ റീച്ച് എന്ന് പറയുന്ന ഒരു സാധനം മാത്രം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. ഇവർ പറയുന്ന ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ ആരായി കഴിഞ്ഞാലും പ്രതികരിച്ചു പോകും. ഒരു മര്യാദ വേണ്ടേ? ഇവർ പറയുന്നുണ്ടല്ലേ ദാനം തന്ന സാധനങ്ങൾ കുറ്റം പറയുന്നത് ശരിയല്ല എന്ന്. ഇവരല്ലേ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത്. ആ അച്ഛൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ, ഫിറോസിക്കയുടെ അവസ്ഥ കണ്ടല്ലോ. പോരാത്തേന് ഫിറോസിക്കയുടെ തലയിലോട്ട് വേറൊരു അലിഗേഷനും കൂടെ ഇവർ കൊണ്ടിട്ട് സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു, ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു എന്നും പറഞ്ഞു. പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല, എന്റെ വായനത് വീഴേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഇന്നും ഞാൻ സുധിച്ചാന്റെ ഭാര്യയല്ലേ? ഇന്ന് ഈ ഇരിക്കുന്ന സമയത്തും ഞാൻ കൊല്ലം സുധി എന്ന് പറയുന്ന അതുല്യ കലാകാരൻ തന്നെയാണ് അദ്ദേഹം. അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഇല്ലെന്നൊന്നും ആരും പറയണ്ട, അസാധ്യ ആർട്ടിസ്റ്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭർത്താവ് എന്ന നിലയിലും ഇഷ്ടമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, അദ്ദേഹത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യയാണ് ഈ രേണു. ഈ കൊല്ലം സുധി എന്ന് പറയുന്നത് നല്ലൊരു നടനാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതിനിപ്പം രേണു വന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഗതികേട് ഒരു മനുഷ്യർക്കും ഇല്ല. പിന്നെ സുധി ചെയ്തേക്കുന്ന കുറച്ച് പ്രവർത്തികളിനകത്തോട്ട് ബേസിക്കലി പേഴ്സണലി യോജിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പുള്ളി മരിച്ച് തലയ്ക്ക് വണ്ടായി നിൽക്കുവാണ്, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. പക്ഷേ ആ വ്യക്തിയുടെ പേരെടുത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ മുതലെടുത്ത വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവാണ്. അതിൻ്റെ ഒരു റെസ്പെക്റ്റ് എങ്കിലും ആ ഒരു മനുഷ്യന് നിങ്ങൾ കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. നിങ്ങളിപ്പം വലിയ രീതിയിൽ വന്നിരുന്ന് പറയുന്നുണ്ട് അതുല്യ കലാകാരനാണ്, അതാണ് ഇതാണെന്നൊക്കെ നിങ്ങൾ കിടന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യനെ പോലും റെസ്പെക്ട് ചെയ്യാത്ത പല പ്രവർത്തികളും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. കുറേ വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ തന്നെ അവൈലബിൾ ആണ്, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ രേണു എന്ന് പറയുന്നത് ഈ രേണു സുധി അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ, നിങ്ങൾ കമന്റ് ഇടുന്ന പോലെ രേഷ്മ പി തങ്കച്ചൻ. ഓക്കെ, അപ്പം ഇന്നും ആ അദ്ദേഹത്തിന്റെ ഭാര്യയാകുമ്പോൾ രേണു സുധി തന്നെ. ഇനിയിപ്പം നാളെ
വേറൊരാളുടെ ഭാര്യ ആയ. എന്തായാലും രേണു ഒരു കാര്യം മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും. സോഷ്യൽ മീഡിയയിൽ ഇനിയെങ്കിലും നമ്മുടെ രാജ്യത്തെ പറ്റിയിട്ടൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ വായി തോന്നുന്ന വിഡ്ഢിത്തരങ്ങളൊക്കെ വിളിച്ച് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലത്തെയൊക്കെയുള്ള കേസിലായിരിക്കും ചെന്ന് പെടുന്നത്. ഈ കേസിലൊക്കെ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളായിരിക്കും നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പുറത്ത് പോകാൻ പോലും പറ്റത്തില്ല. ഈ അടുത്ത് UK പോകാനായിട്ടിരിക്കുമല്ലേ, അപ്പം PCC സർട്ടിഫിക്കറ്റൊക്കെ വേണം. PCC ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ UK പോക്കൊക്കെ മുടങ്ങും. അപ്പം പിന്നെ പഴയതുപോലെ വീട്ടിൽ ഇരിക്കുക. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊക്കെയുള്ള തോന്നിവാസങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.